നമസ്കാരം. വിശുദ്ധിചക്രനിലയാ രക്തവർണ്ണാ ത്രിലോചന ഖഡ്വാംഗാതിപ്രഹരണാ വദനൈകസമന്വിത പായസാന്നപ്രിയാ ത്വക്സ്ഥാ പശുലോകഭയങ്കരീ അമൃതാതിമഹാശക്തി സംവൃതാ ഡാകിനീശ്വരീ അനാഹതാബ്ജനിലയാ ശ്യാമാഭാവദനദ്വയാ ദംഷ്ട്രോജ്വലാക്ഷമാലാദിധരാ രുധിരസംസ്ഥിതാ കാളരാത്ര്യാതിശൗക്ത്യോഘവ്രതാ സ്നിഗ്ധൗദനപ്രിയാ മഹാവീരേന്ദ്രവരദാ രാഗിണ്യംബാ സ്വരൂപിണീ. ഇത്രയും നാമങ്ങളാണ്. 475 തൊട്ട് 94 വരെ, 494 വരെ. വിശുദ്ധിചക്രനിലയാ, വിശുദ്ധിചക്രത്തെ അധിവസിക്കുന്നവൾ. ഷഡാധാരങ്ങളിൽ കണ്ഠപ്രദേശത്ത് ഉള്ള 5-ാമത്തെ ചക്രമാണ് വിശുദ്ധി. അവിടെ സ്ഥിതി ചെയ്യുന്ന ദേവി എന്ന് താൽപ്പര്യം. കണ്ഠദ്വാരത്തിലെ 16 ദളങ്ങളുള്ള പത്മത്തിൻ്റെ അല്ലികളുടെ മധ്യമാണ് വിശുദ്ധിചക്രം. അവിടെ ഡാകിനീ ദേവത സ്ഥിതി ചെയ്യുന്നു. ആ ദേവതയെ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആരക്തവർണ്ണ, ഈഷത് രക്തവർണ്ണത്തോടു കൂടിയവൾ. ആ എന്ന ഉപസർഗത്തിന് ഈഷത്ത് അല്പം എന്ന് ഇവിടെ അർത്ഥം. മറ്റൊരർത്ഥത്തിൽ ആ സമന്താത് എന്നുള്ള, ഇപ്പം ആസേതു ഹിമാചലം എന്നൊക്കെ പറയുന്ന അർത്ഥം മറ്റൊരർത്ഥം. ഇവിടെ ഈഷത് സ്വല്പം, പാടലീ പുഷ്പം പോലെ ഇളം ചുവപ്പ് നിറത്തോടു കൂടിയവളാണ് ഡാകിനീ ദേവി എന്ന് വേണം ഗ്രഹിക്കാൻ. അപ്പോൾ ഈഷത് രക്തവർണ്ണത്തോടു കൂടിയവൾ. ത്രിലോചന, 3 കണ്ണുകളോട് കൂടിയവൾ. സൂര്യൻ, ചന്ദ്രൻ, അഗ്നി, ഭൂത വർത്തമാന ഭാവി, ഇതൊക്കെ കണ്ണുകളായിട്ട് നമുക്ക് സങ്കല്പിക്കാം. ഖഡ്വാംഗാതിപ്രഹരണ, ഖഡ്വാംഗം തുടങ്ങിയ ആയുധങ്ങൾ ധരിച്ചവൾ. പ്രഹരണം എന്ന് പറഞ്ഞ ആയുധം. ഖഡ്വാംഗം അറ്റത്ത് തലയോട് ഘടിപ്പിച്ചിരിക്കുന്ന ഒരു തരം ഗദ, ശിവൻ്റെ ആയുധമാണ്. അപ്പോൾ അത് ആ ഖഡ്വാംഗം തുടങ്ങിയ ആയുധങ്ങൾ ധരിച്ചിരിക്കുന്നവൾ ആണ്. വദനൈക സമന്വിത, ഒരേ മുഖത്തോടു കൂടിയവൾ. കണ്ഠസ്ഥിതമായ ഡാകിനീ ദേവി ഏകമുഖിയാണ്. പായസാന്നപ്രിയ, മധുരാന്നത്തിൽ പ്രത്യേകം പ്രിയമുള്ളവർ. ത്വക്സ്ഥ, ഇന്ദ്രിയത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ. പശുലോകഭയങ്കരീ, ജീവൻ, സംസാരിയായ ജീവൻ, പശു എന്നുള്ള അർത്ഥം. സംസാരികൾക്ക് ഭയത്തെ ഉളവാക്കുന്നവൾ. സംസാരലോകം എന്നാണ് പശുലോകം എന്നർത്ഥത്തിൽ പറയുക. സംസാരിക്ക് സർവവും ഭയാന്വിതമാണ്. അപ്പോൾ അഭയം, വൈരാഗ്യം മാത്രം. ജീവേശ്വര ഏകത്വം ബോധ്യമാക്കാത്തവൻ പശു. പശ്യതീതി പശു, ജന്മനായ എല്ലാവരും പശുക്കളാണ്. അമൃതാദി മഹാശക്തി സംവൃത, അമൃതാദികളായ ശക്തിദേവതകളാൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നവൾ. അമൃതാകർഷിണി, ഇന്ദ്രാണി, ഈശാനി, ഉമാ, ഊർധേശ്വരി, രുദ്രാ, രികരാ, ലികര, ലുകര, ഏകപാത, ഐശ്വര്യാത്മിക, ഓങ്കാര, ഔഷധി, അംബിക, അക്ഷര, ഇവയാണ് ദേവതകൾ. ഇവരൊക്കെയാണ് ദേവതകൾ. അപ്പോൾ ആ ഡാകിനീ ദേവത എന്നുള്ളത് ഈ സദ്ഭാവനകളാൽ മുഴുകപ്പെട്ടിരിക്കുന്നു എന്ന് താൽപ്പര്യം.
ഡാകിനീശ്വരി, വിശുദ്ധിചക്രനിലയ എന്നു തുടങ്ങി അമൃതാദി മഹാശക്തി സംവൃത എന്നുവരെയുള്ള നാമങ്ങളിൽ വിവരിക്കപ്പെട്ട ദേവിയാണ് ഡാകിനീശ്വരി. അനാഹതാബ്ജനിലയ, ഹൃദയദേശത്തെ അനാഹത പത്മത്തിൽ വസിക്കുന്നവൾ. 12 ഇതളുകളോടുകൂടിയതാണ് അനാഹത പത്മം. അതിൻ്റെ അല്ലികൾക്ക് നടുവിലാണ് ഡാകിനി ദേവത സ്ഥിതി ചെയ്യുന്നത്. ആ ദേവത സ്തുതിക്കപ്പെടുന്നത് ഇങ്ങനെയാണ് എന്ന്. ശ്യാമാഭ, കറുത്ത നിറമുള്ളവൾ. 16 വയസ്സുള്ള കന്യക ശ്യാമ എന്നറിയപ്പെടുന്നു. ദേവിയും എന്നും 16കാരിയാണെന്ന് താൽപ്പര്യം. വദനദ്വയ, 2 മുഖങ്ങളോട് കൂടിയവൾ. ദ്വന്ദ്വമുഖം ആയിട്ടാണ് ഹൃദയം ഏതിനെയും ഉൾക്കൊള്ളുന്നത്. അപ്പോൾ സുഖം, ദുഃഖം, ചൂട്, തണുപ്പ്, ലാഭം, നഷ്ടം, ഇതൊക്കെ ദ്വന്ദ്വാത്മകമാണ്. ദംഷ്ട്രോജ്വല, ദംഷ്ട്രങ്ങളെ കൊണ്ട് ഉജ്ജ്വലയായവൾ. തിളങ്ങുന്ന ദംഷ്ട്രങ്ങൾ കൊണ്ട് ശോഭിക്കുന്നവൾ എന്നർത്ഥം. അക്ഷമാലാതിധര, രുദ്രാക്ഷമാല, അക്ഷമാല, രുദ്രാക്ഷമാല തുടങ്ങി വിവിധ തരത്തിലുള്ള മാലകൾ അണിയുന്നവളാണ്. രുധിര സംസ്ഥിത, രക്തത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ. രുധിരം എന്ന് പറഞ്ഞാൽ രക്തം. രക്തം എന്ന് പറഞ്ഞാൽ ഒരു ധാതുവാണ്. ആ ധാതു, അതാണ് ഇവിടുത്തെ വിവക്ഷ. കാളരാത്ര്യാദിശൗക്ത്യൗഘവ്രത, കാളരാത്രി തുടങ്ങിയ ശക്തികളാൽ ചൂഴപ്പെട്ടവൾ. ഓഘസ്, ഒഴുക്ക്. കാളരാത്ര്യാദിശൗക്ത്യൗഘവ്രത, ഓഘസ് സമൂഹം, ശക്ത്യൗഘം ശക്തി സമൂഹം. സ്നിഗ്ധൗദനപ്രിയ, സ്നിഗ്ധം വളരെ സ്നേഹം, ഒരു ആ നെയ്യിൻ്റെയും എണ്ണയുടെയൊക്കെ സ്വഭാവം അതാണ്. സ്നേഹദ്രവ്യങ്ങളടങ്ങിയ ഭക്ഷണത്തിൽ പ്രിയമുള്ളവൾ, വളരെ മൃദുവാണെന്നർത്ഥം. ഓദനം എന്ന് പറഞ്ഞാൽ ചോറ്. ഉണ്ണിയപ്പം, നെയ്ച്ചോറ് തുടങ്ങിയവ ഇഷ്ടപ്പെടുന്നവൾ എന്നർത്ഥം. മഹാവീരേന്ദ്രവരത, മഹാവീരന്മാരായ യോദ്ധാക്കൾക്ക് വരങ്ങൾ ദാനം ചെയ്യുന്നവൾ. ഓരോ സന്ദർഭങ്ങളിലും അത് നമുക്ക് മനസ്സിലാക്കാം. രാഗിണ്യംബാ സ്വരൂപിണി, അനാഹതാബ്ജനിലയ എന്ന് തുടങ്ങിയിട്ട് മഹാവീരേന്ദ്രവരത എന്ന നാമം വരെയുള്ള എല്ലാ വിശേഷണങ്ങളോടും കൂടിയ രാഗിണീ ദേവതയുടെ സ്വരൂപത്തോടു കൂടിയവൾ എന്ന് ദേവിയെ സ്തുതിക്കുകയാണ്. രാഗിണ്യംബാ സ്വരൂപിണി എന്നുള്ള അർത്ഥത്തിൽ. എല്ലാവർക്കും നമസ്കാരം.